ഖത്തറിൽ തടവിലായിരുന്ന നാവികർക്ക് മലയാളി അടക്കമുള്ള നാവികരെയാണ് ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഉദ്യമം വിജയം കണ്ടിരിക്കുന്നത്. ഖത്തർ അമീറിന്റെ തീരുമാനപ്രകാരമാണ് വിട്ടയച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തോട് പ്രതികരിച്ചിരുന്നു. നോബൽ, അരുൺ, ഖത്തർ അമീറിന്റെ ഒരു തീരുമാനപ്രകാരമാണ് 8 മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് മോചിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. അതിൽ പലരും നാട്ടിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മലയാളിയായ രാകേഷ് ഗോപകുമാർ അടക്കം തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം അടക്കം 8 പേരായിരുന്നു ഖത്തറിലെ ജയിലിൽ ഉണ്ടായത്. നേരത്തെ 2023 ഒക്ടോബറിൽ ഇവർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. അതിനു പിന്നാലെ ഇവരുടെ കുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ ഹർജി കോടതിയിൽ നൽകി. അതേസമയം മറുവശത്ത് ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഈ വിഷയം കൃത്യമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികളുമായി സംസാരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്താണ് ഇവർക്കെതിരായ കുറ്റം എന്ന് നേരത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ ഖത്തറിലെ വിദേശകാര്യ മന്ത്രാലയമോ വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ ചില ഖത്തറിലെ മാധ്യമങ്ങൾ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ അന്ന് വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. എന്താണെങ്കിലും ഇന്ത്യ നയതന്ത്ര തലത്തിൽ നടത്തിയ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഈ മോചനം സാധ്യമാക്കിയത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനോട് വളരെ അനുകൂലമായ നിലപാട് തന്നെയാണ് എന്താണെങ്കിലും വിദേശകാര്യ മന്ത്രാലയത്തിന് ഉള്ളത്. കാരണം അഭിമാനകരമായ നേട്ടമായി തന്നെ ഇതിനെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം അത്തരത്തിൽ വധശിക്ഷ വിധിക്കുന്നു, പിന്നീട് അപ്പീൽ നൽകിയതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വധശിക്ഷ റദ്ദാക്കുന്ന സാഹചര്യത്തിൽ കോടതി പോകുന്നു. പലർക്കും പല ശിക്ഷയാണ് ആ ഘട്ടത്തിലൊക്കെ നൽകിയത്. ഇവർക്ക് പക്ഷേ ജയിൽ മോചിതം എത്ര വേഗം ആകും എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നയതന്ത്ര ഇടപെടൽ എല്ലാം വിജയിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 8 നാവികസേന ഉദ്യോഗസ്ഥരും എനിക്കൊരു അതിഥി ഇവിടെയുണ്ട്. ആ അതിഥിയിലേക്ക് പോകാം.